അതായത് മിലിറ്ററി വെപ്പൺസും അതുപോലെ തന്നെ പുതിയതായി വാങ്ങിയ വെപ്പൺസും ആർമി ആർട്ടിലറീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ സീക്രട്ട് ആയിട്ട് ഈ ഹേബ ഫോട്ടോ എടുക്കുകയും അതെല്ലാം തന്നെ മൊസാദിന് കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇസ്രായേലുള്ള എല്ലാവർക്കും വളരെ ഹാപ്പിയായി. അങ്ങനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിനെ ഡയറക്റ്റ് ആയിട്ട് ഈ ഹേബ സലീമിനെ ഇസ്രായേലിലോട്ട് വിളിക്കുന്നു. അപ്പോൾ ഇസ്രായേലിലോട്ട് വന്ന ഹേബയ്ക്ക് വലിയ രാജമര്യാദയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് യോം കിപ്പൂർ വാറും നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വാറിൽ അതായത് ഈജിപ്തിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യാനും അതുപോലെ തന്നെ അവർ പുതിയതായി വാങ്ങിയ വെപ്പൺസും ആർട്ടിലറീസ് എല്ലാം തന്നെ എവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അത് ഏത് ആംഗിളിലാണ് ഏത് ഡിഗ്രിയിലാണ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ഇൻഫർമേഷൻ മൊസാദിന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെ മൊസാദിന് കൃത്യമായ ഇൻഫർമേഷൻ IDF കൊടുക്കാൻ പറ്റി. IDF അതനുസരിച്ച് ടാർഗറ്റ് ചെയ്യുകയും അത് നല്ല രീതിയിലുള്ള വിജയമാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് പെട്ടെന്നുള്ള വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ ഈജിപ്തിനും ഒരു സംശയം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിന്